പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു തലശ്ശേരി പത്തലാണ്. വളരെ ടേസ്റ്റ് ആണ്. നമ്മുടെ സമൂസേനെക്കാളും ഒന്നുകൂടി മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ മൈദയുടെ അളവ് വളരെ കുറഞ്ഞ അളവിൽ മതി. ഇനിയിപ്പോ എണ്ണയിൽ പൊരിക്കാതെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒറ്റയടിക്ക് തന്നെ നമുക്ക് 20 എണ്ണ നമുക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. വീഡിയോയിലോട്ട് പോവാം. 3 മിനിറ്റ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്യാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1 കപ്പ് മൈദയാണ്. 1/4 കപ്പ് മൈദപ്പൊടി കേട്ടോ. അപ്പൊ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ കുറഞ്ഞ രീതിയിലാണ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മളെ കൂടുതൽ അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു ഇതിൽ. അപ്പൊ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 100 മില്ലി വെള്ളം. അപ്പോൾ ഈ ഒരു 1/4 കപ്പിന് 100 മില്ലി വെള്ളം ധാരാളം മതി. അപ്പൊ ആ ഒരു രീതിയിൽ ചൂടുള്ള വെള്ളം, അതായത് തിളക്കും വേണ്ട എന്നാൽ ചൂടും വേണം, ആ ഒരു രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ട് നാക്കിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഒന്ന് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഫില്ലിങ്ങിന്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ എപ്പോഴും ഫില്ലിംഗ് ഉണ്ടാക്കണല്ലേ. അപ്പൊ ഞാൻ ഫില്ലിംഗ് അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഒന്ന് 2 ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരുപാട് ചെറുതായിട്ട് പരത്തി ഒന്നും എടുക്കുന്നില്ല, 2 പാടായിട്ട് മാത്രമേ പരത്തി എടുക്കുന്നുള്ളൂ. അത് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഈ ഒരു ഇത് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മളെ മാവൊക്കെ ആ മുട്ടയൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പൊ ഞാൻ ഫില്ലിങ് ഓൾറെഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ അത് റെസിപ്പി എടുത്തിട്ടില്ല, കാരണം നമ്മൾ ഓൾറെഡി നമ്മളെപ്പോഴും ഫില്ലിങ് ഉണ്ടാക്കണമല്ലോ. അപ്പൊ നമ്മളത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് ഇതിന്റെ ഇനി വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ മസാലയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. നമുക്ക് ഓരോ ഭാഗത്ത് കുറഞ്ഞ പിന്നെ ഇതിട്ടിട്ട് സ്പൈസ് ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വെച്ചുകൊടുത്താൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്താ വെച്ചാല് വെള്ളം ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ആക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ വെറുതെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പൊ നമുക്കതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മറ്റേ ഇത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്, അത് ഇതിന്റെ മേലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി എല്ലാ ഭാഗം ഫില്ലിങ് ആകണ വരെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആവണം. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് ആക്കിയെടുക്കുക. ഇനി എന്ന് വെച്ചാൽ സാധാരണ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് സെന്റർ ഒന്ന് ആക്കി കൊടുക്കണേ. അപ്പൊ ആക്കി കൊടുക്കുമ്പോൾ അവിടെ ഒട്ടി പിടിച്ചോളും, കാരണം നമ്മൾ ഓൾറെഡി വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അതിനിപ്പോ ഈ ഒരു സംഭവം നിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സാധാ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതിയേ. അപ്പൊ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ നമുക്ക് നല്ലൊരു ഡിസൈനിലും കിട്ടും. പെട്ടെന്ന് തന്നെ പണി തീരും ചെയ്യും കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാം കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഇത് പറയുന്നത്. കാരണം ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് ഫുള്ള് ഇതാക്കി തീർക്കാം. അപ്പൊ മൊത്തം ഇത്ര തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് തന്നെ ഉണ്ട് സംഭവം. നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഇതുപോലെ ചെയ്യാണെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പൊ ഞാനിതാ ഇതൊക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കും ചെയ്യാം. അതുപോലെ തന്നെ അല്ലാതെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക വെച്ചാല് ഉൾഭാഗത്ത് കുറച്ച് മസാല ഒന്ന് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ പൊക്ക ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യാണ്. അപ്പൊ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാതെയും ഇതുപോലെ അങ്ങനെ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ രീതിയിലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കൈവച്ചിലൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക. ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പൊ നമ്മൾ മസാല ഇട്ട് നല്ല ലോക്കാക്കുമ്പോൾ പുറത്തേക്ക് വരാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രീതിയിലാണ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം. അപ്പൊ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ സ്പ്രെഡ് അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അത് വെച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഒരു ഭാഗം ഇപ്പം നമ്മൾ എന്ത് വെച്ചാൽ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പം നമുക്ക് 2 ഭാഗം ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് മേൽഭാഗത്ത് ഒത്തിരി നെയ്യോ ബട്ടറോ എന്തെങ്കിലും ആക്കി കൊടുക്കുക. അപ്പം നല്ലൊരു കളറിലും കിട്ടും കേട്ടോ. അപ്പം നമുക്ക് 2 ഭാഗം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പൊ ഈ രീതിയിലാക്കിയാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ എണ്ണയെ മുക്കി പൊരിക്കാത്തവർക്ക് ഈ രീതിയിലും ചെയ്യാം.
അപ്പൊ അതാ ഇതിവിടെ ആയിട്ടുണ്ട്. അതിനിപ്പോ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിതാ അതേ രീതിയിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് കൊടുക്കാം. അതിന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇനിയിപ്പോ ഒരു ഭാഗം ആവുമ്പോൾ നമുക്കൊന്ന് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു കളറിൽ കിട്ടും കേട്ടോ. അപ്പൊ തീ ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. തീ ഒരുപാട് കൂട്ടി കൊടുത്താൽ വേഗം കരിഞ്ഞു പോകും പുറം ഭാഗം. കാരണം ഈ ഒരു രീതിയിലാവണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ തീര് വേണം ഇട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കാൻ. അപ്പൊ ആദ്യം നമ്മൾ ഇട്ടത് ഇതുപോലെ ഒന്ന് എടുക്കാം. അപ്പൊ കുറച്ച് ഓയിൽ മതി. കാരണം ഇതുപോലെ പരന്ന പാനിലൊക്കെ ഇട്ട് പൊരിക്കുകയാണെങ്കിൽ കുറഞ്ഞ ഓയിൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാനും പറ്റും. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റുമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഇഫ്താർ സ്നാക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമന്റ് ഇട്ട് പറയാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഇത് കേട്ടോ. നമുക്ക് ഒരുപാട് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുക ഒന്നും വേണ്ട. അപ്പൊ ദാ എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. വളരെ ഇതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ഇഫ്താർ സ്നാക്കും കൂടിയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും പറയാണ് ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ വരാം. അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.